Hello friends, welcome back to my channel AKB Pro. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഒരു മാസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ സോറി ക്ഷമിക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് ഇനി ആഴ്ചയിൽ ഓരോ വീഡിയോ വെച്ചിട്ടുണ്ടാവും അപ്പോൾ സോറി അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഹോം വയർലെസ് സെക്യൂരിറ്റി ക്യാമറയെ കുറിച്ചാണ് അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് CP+ൻ്റെ E21 എന്നാണ് ക്യാമറയുടെ പേര് അപ്പോൾ ഈ ക്യാമറയുടെ അൺബോക്സിങ് ഒരു ക്വിക്ക് സെറ്റപ്പ് ഗൈഡ് അതുപോലെ തന്നെ ഒരു സ്മോൾ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് നമ്മുടെ ഒരു വീഡിയോ അതായത് PC ബിൽഡ് വീഡിയോ പാർട്ട് 1 1.6K വ്യൂസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് 191 ആയിട്ടുണ്ട് 200 അടിക്കാറായി അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ ഫ്രണ്ട്സ് ഒട്ടുമിക്ക തന്നെ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് CP+E21 എന്നാണ് ഈ ക്യാമറയുടെ പേര് അപ്പോൾ നല്ലൊരു വൈറ്റ് ബോക്സിനകത്താണ് ഈ ക്യാമറ വരുന്നത് അതുപോലെ തന്നെ 2 മെഗാപിക്സൽ ഫുൾ HD ക്യാമറ എന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഈ ഒരു ക്യാമറ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷനും ഇതിനകത്താണ് കൊടുത്തിരിക്കുന്നത് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഈ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട് ബോക്സിൽ എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ആ ബോക്സ് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനത്തെ ഒരു ചാർജിങ് കേബിൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചാർജറാണ് ഒരു ചെറിയൊരു ചാർജിങ് ബ്രിക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്തത് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വാൾ മൗണ്ടാണ് ഒരു ചെറിയൊരു വാൾ മൗണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഒരു വാൾ മൗണ്ട് അതുപോലെ തന്നെ അത് ടൈറ്റ് ചെയ്ത് വയ്ക്കാനുള്ള ഒരു ചെറിയൊരു സ്ക്രൂവും ഇതും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഹോൾഡർ മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് നേരെ ക്യാമറയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ക്യാമറ ഒരു വൈറ്റ് കളറിലാണ് ഈ ഒരു ക്യാമറ വരുന്നത് പിന്നെ ചെളി പിടിക്കാൻ ജസ്റ്റ് ചാൻസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല നല്ലൊരു കുട്ടിയൊരു റോബോട്ടിക് ലുക്കാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഇത് ഹെഡ് ഇത് ബോഡി പോലെ അപ്പോൾ അതിന് തന്നെ ഇവിടെ ഒരു CP+ൻ്റെ ഒരു ലോഗോ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിനി ഞാൻ തൊട്ട് ക്യാമറയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ക്യാമറ എന്ന് പറയുമ്പോൾ ഒരു 2 മെഗാപിക്സലിൻ്റെ ഫുൾ HDയിൽ നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ടോപ്പിൽ തന്നെ ഒരു IR സെൻസറും കൊടുത്തിട്ടുണ്ട് നൈറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ കാണാൻ സാധിക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന 2 ഹോള് കൊടുത്തിട്ടുണ്ട് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുമെന്ന് അറിയില്ല ഒരു 2 ഹോള് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആദ്യത്തെ ഹോൾ എന്ന് പറയുമ്പോൾ ഒരു LED ഇൻഡിക്കേറ്ററാണ് നമ്മൾ നെറ്റ്വർക്കായിട്ട് കണക്റ്റഡ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി രണ്ടാമത്തെ ഹോൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മൈക്കാണ് പിന്നീട് നമ്മൾ സൈഡിലേക്ക് വരുകയാണെങ്കിൽ ഇതൊരു സ്പീക്കറാണ് അതുപോലെ തന്നെ ഈ സൈഡിലും ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ടോപ്പ് സൈഡിലും ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസിനെ കുറിച്ച് നോക്കാം പയം തന്നെ കാണാൻ സാധിക്കുന്നത് ഫോക്കസ് പയം തന്നെ ജസ്റ്റ് ഒരു 5 വോൾട്ടിൻ്റെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചാർജർ പോർട്ട് അതുപോലെ തന്നെ റീസെറ്റ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കണക്ഷൻ എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാമറ റീസെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഒരു ഇഥർനെറ്റ് പോർട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വൈഫൈയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ ആയതുകൊണ്ട് തന്നെ വയർലെസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൗട്ടർ വഴി നിങ്ങൾക്ക് വയേർഡായിട്ട് ഇഥർനെറ്റ് പോർട്ട് വഴി നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പോർട്ടിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോട്ടം സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ 2 റബ്ബർ പാർട്സ് 2 അല്ല 4 റബ്ബർ പാർട്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്ക്രൂവ് ഇതിൻ്റെ വാൾ മൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇങ്ങനെ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യാനുള്ളൊരു ഹോളും ഇവരിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ 1080p എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്കൊരു 720pയുടെ ക്ലാരിറ്റി കിട്ടിയുള്ളൂ എന്നാലും ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ഈ ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന് റൊട്ടേഷൻ ഉണ്ട് കേട്ടോ അതായത് നമുക്ക് ഈ ക്യാമറ 360 ഡിഗ്രി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതിന് അപ്പ് ആൻഡ് ഡൗൺ മോഷനും ഉണ്ട് അതിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മോഷനും ഉണ്ട് ഇതൊക്കെ നമ്മൾ മൊബൈൽ വഴി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കാണിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ മുകളിലേക്ക് ആക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്നൊരു സ്ലോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ മെമ്മറി കാർഡ് ഇട്ട് വെച്ച് നമുക്ക് അത് അപ് ടു 128 GB വരെ നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റുന്നതാണ് 128 GB വരെ ഇട്ട് വെച്ച് നമുക്കിത് നമ്മുടെ ലൈവ് ഫുട്ടേജസ് ഒക്കെ അതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഗൈഡാണ് ഇതിനെങ്ങനെ നമുക്ക് മൊബൈലിൽ ഇതിൻ്റെ ഒരു ആപ്പ് വരുന്നുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ക്യാമറ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും ഇനി ആ ആപ്പിനെക്കുറിച്ചും ഇതെങ്ങനെ അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് നേരെ കിടക്കാം
അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം തന്നെ നിങ്ങൾക്ക് ഈസി ക്യാം പ്ലസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈസി ക്യാം എന്ന് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈസി ക്യാം എടുക്കുക. ഈസി ക്യാം പ്ലസ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഈ ആപ്പ് വഴിയാണ് നമ്മൾ ഈ ക്യാമറ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എനിക്കിവിടെ അക്കൗണ്ട് ഉള്ള കാരണം ഞാനിവിടെ സൈൻ ഇൻ ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ടാണ് തുടങ്ങണമെങ്കിൽ നിങ്ങളൊരു സൈനപ്പ് ചെയ്ത് ഒരു പുതിയ അക്കൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ ഈ സൈനപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു അക്കൗണ്ട് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി സൈൻ ഇൻ ചെയ്തിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിനി ഫ്രഷ് ആയിട്ട് ഒരു ഡിവൈസ് ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ 6 മോഡൽ ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ CP+ തന്നെ വെറൈറ്റി മോഡൽ ക്യാമറകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് CP+ E21 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പവർ ഓണത്തെ ക്യാമറ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാമറ ഓൺ ആക്കണം. ഇനി ക്യാമറ ഓൺ ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്ലൂ LED ഇത് തെളിയും. ഇവിടെ ഒരു ബ്ലൂ LED ബ്ലിങ്ക് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കമാൻഡ് പറയുകയും ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വൈഫൈ ആയിട്ട് അത് കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ വൈഫൈ എന്ന് പറയുമ്പോൾ ഇത് 2.4 GHz മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ. 5 GHz വർക്ക് ആവില്ല. അപ്പോൾ നോർമൽ മിക്ക റൂട്ടറൊക്കെ 2.4 GHz ആണ് വരുന്നത്. അതുപോലെ തന്നെ 5 GHz ഉള്ളതുകൊണ്ട് അപ്പോൾ ഇത് 2.4 GHz ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇനി ഇതിപ്പോൾ 2.4 എന്താണ് 5 എന്താണെന്ന് ഓർത്ത് പേടിക്കണ്ട. സാധാരണ നോർമൽ റൂട്ടറൊക്കെ 2.4 വരുന്നത്. അപ്പോൾ ജസ്റ്റ് അതിനകത്തേക്ക് ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പ് അടിച്ചിട്ട് ഞാൻ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇനി പറയുന്നത് സ്കാൻ വിത്ത് ദ ക്യാമറ എന്നാണ്. അപ്പോൾ ഇതിനകത്തൊരു QR കോഡ് വരും. അത് ഈ ക്യാമറയുടെ ഫ്രണ്ട് വെച്ചിട്ട് നമ്മളത് പറഞ്ഞിരിക്കുന്ന 50 to 20 സെൻറ്റിമീറ്റർ എവയിൽ, അതായത് 15-20 സെൻറ്റിമീറ്റർ നീട്ടത്തിൽ ഈ ഫോൺ പിടിച്ചിട്ട് ഈ ക്യാമറ ഈ QR കോഡ് സ്കാൻ ചെയ്യും. അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു QR കോഡ് വരും. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിന് തന്നെ നമ്മൾ ഈ ക്യാമറ ഓൺ ആക്കണം കേട്ടോ ഇതിനു മുമ്പ് ഇതൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളൊരു കമാൻഡ് കേട്ടല്ലോ. അപ്പോൾ വെയിറ്റിംഗ് ഫോർ വൈഫൈ കണക്ഷൻ എന്ന ഈ ഒരു ക്യാമറ ഇങ്ങനെ കമാൻഡ് പറയും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു QR കോഡ് വരും. നമ്മൾ ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യണം. അപ്പോൾ ഇതിവിടെ വൈഫൈ കണക്ഷൻ പ്ലീസ് വെയിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഡിവൈസ് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത് ഇവിടെ ഐ ഹാഡ് എ പ്രോംപ്റ്റ് എന്ന് അടിക്കുക. അപ്പോൾ അത് കണക്റ്റിംഗ് ആവും. യെസ്. അപ്പോൾ CP+ E21 ഡിവൈസ് ആഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഡൺ അടിക്കുക. അപ്പോൾ ഫ്രണ്ട്സ് ഇതിനകത്ത് നമ്മുടെ ഡിവൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. CP+ E21 എന്നാണ് ഈ ക്യാമറയുടെ പേര്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ സ്ട്രീം ചെയ്ത് വരുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ ഈ ജസ്റ്റ് ഒരു മെനു മൊത്തമായിട്ടൊന്ന് പറഞ്ഞു പോകാം. ആദ്യം തന്നെ ഇവിടെ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇപ്പോൾ കാറിൻ്റെ ഡേറ്റ് ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ റണ്ണിങ് ടൈം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സിഗ്നൽ സ്ട്രെങ്ത് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വൈഫൈ ആയിട്ട് എത്ര ദൂരത്തിലാണ് ഈ ഈ ക്യാമറ ഇരിക്കുന്നത്. അപ്പോൾ അതായത് പെർസെൻറ്റേജ് വൈസുള്ള സിഗ്നൽ സ്ട്രെങ്ത് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പീക്കറിൻ്റെ ഐക്കണും വരുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇതിനകത്തുള്ള സ്പീക്കർ ഓൺ ചെയ്യണോ ഓഫ് ചെയ്യണോ എന്നുള്ളതിൻ്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഓഫാക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഹാളിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്കോ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതിപ്പോൾ ഓഫാക്കിയിട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ HD എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ SD എന്ന് വരും. അപ്പോൾ SD ലോ ക്വാളിറ്റിയാണ്. HD ഒന്നുകൂടെ ഞെക്കിക്കഴിഞ്ഞാൽ HD ആവും. HD ആണ് ഹൈ ക്വാളിറ്റി. പിന്നെ ഇത് ഇവിടെ ഒരു ആരോ ബട്ടൺ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്താൽ ഇതെങ്ങനെ നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കാം. ഫുൾ സ്ക്രീൻ ആക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് അല്ലാത്ത രീതിയിലാക്കണമെങ്കിൽ ഇവിടെ ഒരു ആരോ ബട്ടൺ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് നിങ്ങൾക്ക് നോർമൽ രീതിയിലാക്കാനും പറ്റും. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഇവിടെയാണ്. ഇതിപ്പോൾ സ്ക്രീൻഷോട്ടാണ്. ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ ഗാലറിയിൽ വന്ന് സേവ് ആവും. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സ്പീക്ക് എന്നുള്ള ഓപ്ഷനുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എക്കോ വരും. എക്കോ വരുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓഫാക്കിയിട്ടേക്കണത്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയെ കൂടെ നമ്മൾ ഈ ഫോണിൽ എന്ത് പറയുന്നോ അത് അവിടെ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്പീക്കിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എക്കോ വരുന്നവരനാണ് ഞാൻ ഓഫാക്കി ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഈ റെക്കോർഡിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കറണ്ട് ഈ വീഡിയോ റെക്കോർഡാവും. അത് എൻ്റെ റെക്കോർഡിൻ്റെ ബട്ടണിൽ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവും. അതുപോലെ തന്നെ ഇവിടെ പ്ലേ ബാക്ക് ഉണ്ട്. പ്ലേ ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിനകത്ത് SD കാർഡ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമാണ് ഈ പ്ലേ ബാക്ക് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഡയറക്ഷനാണ്. ഈ ഡയറക്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിങ്ങനെ
അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഉണ്ട്. ഈ ക്യാമറ നമ്മുടെ മുകളിലേക്ക് പോകും. അതുപോലെ തന്നെ ഈ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ താഴത്തേക്ക് വരികയും ചെയ്യും. അതുപോലെ തന്നെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഇതുണ്ടാവും, ക്യാമറ തിരിയണുണ്ടാവും, ക്യാമറ സൈഡിലേക്ക് പോകും. ഇതിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ക്യാമറ തിരിയുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ സെറ്റായി. ഇനി അടുത്തത് നമുക്ക് എന്താണെന്ന് നോക്കാം. അടുത്ത വരുന്നത് അലാറമാണ്. അപ്പോൾ ഈ അലാറത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. മോഷൻ ഡിറ്റക്ഷൻ അലാം സെൻസിറ്റിവിറ്റി ലെവല്, മോഷൻ ട്രാക്കിങ്. അപ്പോൾ ഈ മോഷൻ ഡിറ്റക്ഷൻ അലാം എന്ന് പറയുമ്പോൾ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ കൂടെ ഇപ്പോൾ എന്തെങ്കിലും ഒബ്ജക്റ്റ് മൂവ് ആയി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓൺ ആണെങ്കിൽ നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് മൂവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ആ അലാം സെൻസിറ്റിവിറ്റി എത്ര സെൻസിറ്റീവ് ഉണ്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോ ഉണ്ട്, മീഡിയം ഉണ്ട്, ഹൈ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഓണാക്കിയിട്ടില്ല, എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓണാക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓണാക്കിയിടാം. അപ്പോൾ എന്തെങ്കിലും ഒബ്ജക്റ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇത് കാണാൻ സാധിക്കും. മെസ്സേജ് വരും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട്. ഈ ആപ്പിൻ്റെ വക ആപ്പിൽ കൂടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അടുത്തത് മോഷൻ ട്രാക്കിംഗ് ആണ്. അപ്പോൾ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ കൂടെ ഇപ്പോൾ ആരെങ്കിലും നടന്നു പോയി കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അത് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ അയാൾ പോണ വഴിക്ക് ഇത് ക്യാമറ ഇങ്ങനെ തിരിഞ്ഞ് അദ്ദേഹത്തെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മോഷൻ ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു മെനുയുടെ ഓപ്ഷൻസും അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പ്ലേ ബാക്ക് വേണമെങ്കിൽ നിങ്ങളൊരു SD കാർഡ് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാനിപ്പോൾ ഇതിനകത്തൊരു 64 GB ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 2 ദിവസത്തെ ഫുട്ടേജ് പ്ലേ ബാക്ക് ചെയ്യാൻ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രണ്ട്സ് ഇതിലത്തെ നമ്മുടെ മെയിൻ മെനുവിലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ് ഇനി ഇതിൻ്റെ ഒരു സ്മോൾ റിവ്യൂ ആണ്. ഞാൻ ഒത്തിരി പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ അതിന് തന്നെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒരു 2 MP ഒരു ഫുൾ HD ക്യാമറയാണ്. ഫുൾ HD എന്ന് പറയുകയാണെങ്കിൽ ഒരു 720p ക്ലാരിറ്റിയൊക്കെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് മൈക്ക് അതുപോലെ തന്നെ സ്പീക്കറും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്തൊരു ഇഥർനെറ്റ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വൈഫൈയിൽ എന്തെങ്കിലും കണക്ഷൻ പ്രോബ്ലം എന്തെങ്കിലും കണക്ടിവിറ്റി പ്രോബ്ലം വരുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇഥർനെറ്റ് പോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് റൗട്ടറിൽ നിന്ന് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ കണക്ഷൻ പ്രോബ്ലം ഒന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്യാമറയുടെ ഓവറോൾ ഒരു റിവ്യൂ ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച്, അതായത് 2500 രൂപ എന്ന് പറഞ്ഞ പ്രൈസ് റേഞ്ച് വരുന്ന നല്ലൊരു ക്യാമറയാണ്. ഒരു CP+ൻ്റെ E21 എന്ന് പറഞ്ഞ ക്യാമറ നല്ലൊരു ക്യാമറയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അതുവഴി കയറി ഒന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ നടത്തുമ്പോൾ ഫോൺ അടിച്ച് തല്ലി പൊളിക്കരുത്, ഒന്ന് തൊട്ടാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇവിടെ ചേർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ സേഫ്, സ്റ്റേ ട്യൂൺഡ്.